ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ അനൂസ് വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ മുട്ട ചിക്കിപ്പരത്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊന്ന് കാട്ടിത്തരാൻ വേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുട്ടികളൊന്നും ഇത് നോക്കി ഉണ്ടാക്കരുത്. എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, ശ്രദ്ധിച്ചുണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അധികം ഞാൻ പറഞ്ഞില്ല, ലാഗ് അടുപ്പിക്കുന്നില്ല. അപ്പം ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എന്നെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാട്ടോ ഞങ്ങളുടെ കിച്ചൺ. അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ സ്റ്റൗ കത്തിക്കാം കേട്ടോ. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചട്ടി ചൂടാവട്ടെ. നമ്മൾ സിമ്മിലിട്ടിട്ട് വേണ്ട അതൊക്കെ ചെയ്യാൻ ഗൈസ്. ചൂടാവട്ടെ. അപ്പോൾ അതിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവണം നോക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഗൈസ്. എന്നിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് ഇനി ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എടുത്തെന്ന് കാണിച്ചു തരാം ഗൈസ്. അന്നാണ് ഞാൻ സബോള, തക്കാളി, പിന്നെ പച്ചമുളകാണ് എടുത്തുള്ളത്. ഞാനിങ്ങനെ വെച്ച് കാണിച്ചു തരാം. ശരി, ഇവിടെ എടുത്തിട്ടുണ്ട്. സബോള ഇവിടെ എടുത്തിട്ടുണ്ട്. തക്കാളി, പിന്നെ പച്ചമുളക്. അതിലോട്ട് നമുക്ക് സബോള എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് സബോള ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു സബോള ഇട്ട് കൊടുത്തത്, ഒരു ചെറിയ സബോള. നമുക്കത് ഇളക്കി കൊടുക്കാം. ഇത് വേഗം വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കാം. അതിനുള്ളിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. ഒക്കെ ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കിത് വഴറ്റി കൊടുക്കാം. ഒരു റോസ് കളറൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇത് കൂടുതലോ. ഞാൻ കുറച്ചൊക്കെ അറിയാവുന്ന റെസിപ്പീസൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഉള്ളി നല്ല രീതിക്ക് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക്, ഒരു പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ മതി. ഞാൻ ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുത്തുള്ളത്. ഒരു സബോള എന്നെ എടുത്തിട്ടുള്ളൂ. അതേപോലെ എനിക്ക് തക്കാളി അധികം ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനൊരു കുഞ്ഞ് തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ ഗൈസ്. ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. എത്രത്തോളം ഉണ്ടാക്കുന്നോ അത്രത്തോളം നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ഒന്ന് അടച്ചിട്ടിട്ട് കൊടുക്കട്ടോ. വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഗൈസ്. നല്ല കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്കിതൊന്ന് വഴണ്ടി കിട്ടണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാരണം മഞ്ഞൾപ്പൊടിയിൽ മഞ്ഞളുടെ കുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേവുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഒരു നുള്ളു മതി, അധികം വേണ്ട. അപ്പോൾ മഞ്ഞളുടെ ടേസ്റ്റ് ആവും കൂടുതലെടുത്ത് നിൽക്കുക. അപ്പോൾ നമ്മൾ തൈര് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ കാണാം നമുക്ക് മഞ്ഞ കളറാവണത്.
ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ ഗൈസ്. ഞാൻ എപ്പോഴും ഒരു ചോറുണ്ണുമ്പോൾ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ഐറ്റം. അപ്പോൾ നിങ്ങൾക്കൊന്ന് പങ്കുവെച്ച് തരാം എന്ന് കരുതി. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ എനിക്കത് ഭയങ്കര അടിപൊളിയായിട്ടാണ്. അപ്പോൾ ഞാനതുകൊണ്ടാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഒരു ഫിലിം വെച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷേ അതാണ് സൗണ്ട് കൂടുതൽ കേൾക്കുന്നത്. അപ്പം ഇനി നമുക്കിതിലോട്ട് മുളകും പൊടി മസാലാസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ മുളകും പൊടി ഒരു തരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് പാകത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു തരി കുറച്ചെല്ലാം എടുത്തിട്ടുള്ളൂ, അല്ലാതെ അതുകൊണ്ട് കുറച്ച് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതിലോട്ട് നമ്മളിപ്പോൾ ആദ്യം തന്നെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അധികം അത് വേണ്ട, ഉപ്പ് ഇടണ്ട. പിന്നെ ചിക്കൻ മസാല കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. സിമ്മിൽ വെച്ചിട്ട് വേണ്ട പക്ഷേ എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യാൻ. ചിക്കൻ മസാല കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ മസാലാസ് ഒന്നും ഇടുന്നില്ല അധികം. നമുക്കിത് നല്ല രീതിക്ക് തന്നെ മിക്സാക്കി കൊടുക്കാം. എണ്ണ കുറവാട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. മൂക്കിലോട്ട് കയറി ഗൈസ് മുളകും പൊടിയുടെ സ്മെല്ല്. അപ്പോൾ നമ്മളെ മസാല കൂട്ട് ശരിയായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പണിയിലോട്ട് കിടക്കാം. ഉപ്പ് ഞാനിനി ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഗൈസ്. അതുകൊണ്ട് നമുക്ക് കോഴിമുട്ട, ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം കേട്ടോ. അപ്പോൾ കോഴിമുട്ട ഞാനിവിടെ പൊട്ടിച്ചിട്ട് അതിൽ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ 2 കോഴിമുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിതിലോട്ട് ഇതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. സിമ്മിലിട്ടുള്ളതുകൊണ്ട് കേട്ടോ ഗൈസ് വേഗം കുറച്ച് പാട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എണ്ണ കുറച്ച് ഒഴിച്ചാൽ ഞാൻ ഒട്ടിപ്പിടിക്കുവേ. ഞാൻ എണ്ണ അധികം യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒട്ടിപ്പിടിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കുത്തി വാങ്ങാൻ കൊടുക്കാം. ഇത് മുട്ട ചിക്കി പരത്തിയുണ്ട്, നമുക്കൊന്ന് ചിക്കി പരത്താം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആയിരുന്നു ഗൈസ്. അപ്പം ഞാൻ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇത്. പിന്നെ ചപ്പാത്തികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ കുക്കിംഗ് വീഡിയോസ് ഇനി അധികം ആഡ് ചെയ്യാൻ നോക്കാം, പക്ഷേ ആഡ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാട്ടോ ഗൈസ്. രാവിലെ സ്കൂളിൽ പോകേണ്ടതുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും ആഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഞാനിങ്ങനെ ശനി ഞായർ കിട്ടുമ്പോൾ പരമാവധി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി നമുക്കിതൊന്ന് നല്ല രീതിക്ക് ഹൈ ലെവലിൽ സിമ്മ് വയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി നല്ല കോഴിമുട്ട നല്ല വേവാക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് കൂട്ടി കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം കരിയാതെ. പിന്നെ കൈ എവിടെയും കൊള്ളരുത്.
അപ്പോൾ ഗൈസ് നമ്മളെ മുട്ട ചിക്കിപ്പരത്തി ഇവിടെ സിമ്പിൾ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് ഇനി നമുക്കിതിൽ പ്ലേറ്റിലോട്ടിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഒക്കെ ഉണ്ടാക്കി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ് കേട്ടോ ഗൈസ്, ഉണ്ടാക്കിയിട്ടുള്ളൂ. ഓൾറെഡി ഇത് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഗൈസ്, അതാണ് ഗുഡാണ്. അപ്പോൾ ഞാനിത് ബാക്കിയുള്ളതും കൂടി തിന്ന് തീർക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഇരിക്കുന്നത് വളർന്ന ബട്ടൺ അറിയിക്കണം. പിന്നെ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കണ്ടിട്ടും സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കണം എല്ലാ കൂട്ടുകാരും. പിന്നെ ചെറിയ പിള്ളേരൊന്നും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കരുത്. ഞാൻ ചെറിയ കുട്ടിയാണ്, പക്ഷേ എനിക്ക് ഇത് ഉണ്ടാക്കി ശീലമായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തന്നത് തൊട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ ബൈ ബൈ.